ആദ്യത്തെ വീഡിയോ ഇവിടുന്ന് തുടങ്ങിയാണ്. റഷ്യൻ കാഴ്ചകൾ. നമ്മളെ സ്പൾബർ നല്ല സ്പീഡാണ്, അതുകൊണ്ട് സ്പൾബർ നമ്മൾ എടുക്കുന്നില്ല. എല്ലാവരും ഇല്ലേ വേഗില്? എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് മോസ്കോ കാണിച്ചു കൊടുക്കുക കേട്ടോ അവർക്ക്. മോസ്കോവിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ താമസം. ഇന്നത്തെ റൂം ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മളതിൽ സിം കാർഡില്ല. അപ്പം പോയി എല്ലാം കണ്ടുപിടിക്കണം. ഷിങ്കു ഇല്ലാത്തതുകൊണ്ട് റഷ്യനും സംസാരിക്കാൻ പറ്റൂല. ഇവിടുന്ന് ഏകദേശം ഒരു 34 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മളെ താമസം. നാളെയാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ് ഷിങ്കുവിൻ്റെ അടുത്തോട്ട്. നമ്മളിങ്ങനെ പോവാണ്. എയർപോർട്ടിൻ്റെ അവസ്ഥ, എയർപോർട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടില്ലേ. ഇന്ന് നിങ്ങളിതാ വീണ്ടും പോവാണ്. ഇവർക്ക് ഇത് കണ്ടിട്ട് യു എയിൽ താമസിച്ച ഇവർക്ക് ഇത് കണ്ടിട്ട് എന്തോ പോലെ. യു എയിൻ്റെ അത്ര സെറ്റപ്പ് ഇല്ല എന്നാ പറയുന്നത്. ഇല്ലല്ലേ? യു എന്റെ അത്ര പോരാ. ഇതൊരു നാടൻ സ്റ്റൈലാന്നാ പറഞ്ഞത്. അപ്പം നമ്മളെ സ്പൾബർ വണ്ടിക്കകത്ത് പാട്ട് വെച്ചുകൊണ്ട് നമുക്കത് കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ റൂമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഷിങ്കു പഠിക്കുന്നത് ആർക്കാങ്കിൽസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മളുള്ളത് മോസ്കോ, ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി. ഇവിടുന്ന് ഏകദേശം ഒരു 1500 കിലോമീറ്റർ മാറിയിട്ടാണ് ഷിങ്കു പഠിക്കുന്ന സ്ഥലം. അങ്ങോട്ടേക്ക് നാളെയാണ് നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ മോസ്കോയിൽ ഷിങ്കു ഒരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് പോണത്. അവിടെ പോയിട്ട് താമസിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്ന. വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. കാലാവസ്ഥ നിങ്ങൾ നോക്കിയേ, ഒരു മഴ പോലത്തെ ഒരു കാലാവസ്ഥയാണ്. നല്ല ബ്ലൂ സ്കൈ ഉള്ള ഏരിയയാണ് മോസ്കോ ഒക്കെ. അപ്പം ഈ മേഘങ്ങളൊക്കെ കണ്ട് മാറിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മളെ റൂമിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് സൈഡിലാണ് നമ്മളെ റൂം വരുന്നത്. അപ്പം അവിടെ എത്തിയപ്പോൾ നല്ലൊരു മഴ, വലിയ കനത്ത മഴ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മഴ പെയ്ത്. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒന്നാമത് നമ്മളതിൽ സിം കാർഡ് എടുക്കാത്തതുകൊണ്ട് ഷിങ്കു പറഞ്ഞിട്ട് സിം കാർഡ് പുറത്തുനിന്ന് എടുത്ത് കഴിഞ്ഞാൽ അവർ പറ്റിക്കുന്നു പറഞ്ഞുകൊണ്ട് സിം കാർഡ് എടുത്തിട്ടില്ല. അപ്പോൾ റൂമിലെത്തിയാലേ വൈഫൈ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ റൂം കണ്ടുപിടിച്ച് പോകണം. അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അത് ഞാൻ ഇപ്പം വഴിയെ കാണിച്ചു തരാം. നിങ്ങൾ വണ്ടിയൊക്കെ വന്നിറങ്ങി. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രൻസ് 7 ആണ്. എൻട്രൻസ് 5 വണ്ടി കൊണ്ടുപോയി നിർത്തിയത്. ഇനി 7 ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. എവിടെയാന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഒരാളോട് ചോദിച്ചപ്പോൾ ഈ സൈഡ് എടുക്കാന്ന് പറഞ്ഞന്ന് തപ്പി നോക്കാം അല്ലേ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യല്ല. ബാക്കി എല്ലാവരും ഞങ്ങൾ പെട്ടി കൊണ്ട് അവിടെ നിർത്തിയിരിക്കുക. ഷിങ്കു ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് 10. അപ്പം അവിടെ എവിടെ ഉണ്ടാവും അല്ലേ. കൊള്ളാല്ലേ, ഏരിയ കൊള്ളാം. ഞങ്ങൾ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അളിയാ 475 അടിക്ക്. ആ ഇനി ഇല്ല, തുറന്ന് നോക്കി. വേണ്ട, എൻട്രൻസ് 475 തുറക്കുന്നില്ല. ഒന്നും കൂടി 475 അടിച്ചു പോയി. ഇല്ല 475. ആ കോൾ അടിച്ചു നോക്കി. കോള് ആളില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെ നമ്മൾ റൂം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ദിസ് ഈസ് ദ റൂം. ഓക്കെ, ചെരുപ്പിട്ടിട്ട് അത്രേ പോകാൻ പാടുള്ളൂ. കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മളെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടിരണം. അതാണ് അടുത്ത ചടങ്ങ് അല്ലേ. നമുക്ക് കൂട്ടിയിട്ട് വരാം. ആ ഇതാണ് കേട്ടോ നമ്മളെ റൂം. 2 കാരണമുണ്ട് വീഡിയോ എടുക്കാൻ. ഒന്ന്, ഷിങ്കു പറഞ്ഞതാണ് ഫുൾ വീഡിയോ എടുത്ത് വെക്കാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ നമ്മളെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, അത് തിരിച്ചു തരില്ല. 2000 രൂപ അഡ്വാൻസ്. ആ
അത് റൂമിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുറന്നു. ഒരു ബാൽക്കണി ഉണ്ട്. ആയിവാ, ബാൽക്കണിയിൽ നിന്ന് കിടിലം വ്യൂ കേട്ടോ. നല്ല പാർക്ക്. മക കളിക്കണോ പാർക്കിൽ? വൈകുന്നേരം പാർക്ക് പോവാം നമുക്ക്. ഓരോ ബിൽഡിങ്ങിനും ഓരോ പാർക്കാ. എത്ര പാർക്കാ നമുക്ക്? 1 അവിടെ ഒരു പാർക്ക്, ഇതാ 2 3 4 5 6. കൊള്ളാം, അടിപൊളി. കുട്ടികൾക്കുള്ള അനുവിനൊക്കെ ഉള്ള പാർക്കുണ്ട്. ഇതൊരു ബെഡ് ഇട്ടാ. പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം. പിന്നെ അത് ബാത്റൂം. ഏത്? അത് പൊളിഞ്ഞിരിക്കുന്ന എടുത്തിട്ടില്ല ഇതട്ടോ. ഇത് ഓൾറെഡി പൊളിഞ്ഞിരിക്കുന്നതാണ്. ദിസ് വാസ് ഡാമേജ് ബിഫോർ. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലേ. ഇനി ഇതൊരു പെപ്സി ഉണ്ടായിരുന്നു, ഞങ്ങൾ എടുത്ത് കുടിച്ചു. ഇല്ല, അവര് പറയുന്നത് അത് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം. ഓക്കെ, അല്ല അങ്ങനെ ഓർക്ക് അറിയാം, നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെക്കുന്നേ. നിങ്ങളിതാ മോസ്കോ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇനി റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോകണം. നമ്മൾ കേരളത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ അളിയൊക്കെ ക്രോസ് ചെയ്യരുത്, നല്ല ചീത്ത കേൾക്കും, ഫൈനും കിട്ടും. നമ്മൾ അവിടെ തന്നെ പോയിട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയും ഇപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെഡ് സ്ക്വയർ ഞാനൊരു 4-5 വട്ടം പോയി കാണും. അപ്പം അളിയൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അളിയനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ മൊത്തം കാണിച്ചു തരാം. താമസിക്കുന്ന സ്ഥലം മോസ്കോയിൽ വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കേട്ടോ. ഓക്കെ, ഒരു 10-20 നില ഉണ്ടാവുമായിരിക്കില്ല. അത് 10-20 നിലയുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മൾ താമസം. കിഡിലൻ. അപ്പോൾ നമ്മൾ റെഡ് സ്ക്വയർ കാണാൻ വേണ്ടി പോകട്ടോ. 30 നില ഉണ്ടാവോ? ഓ അടിപൊളി. ഇനി ഞങ്ങൾ നേരെ ടാക്സി പിടിക്കുന്നില്ല, ഞങ്ങൾ നേരെ മെട്രോ പോയിട്ട് മെട്രോ കയറിയിട്ട് അളിയന് ഇവിടുത്തെ മെട്രോ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. മെട്രോ കയറിയിട്ടാണ് നമ്മൾ പോണേ. അപ്പോൾ നേരെ മെട്രോ പോട്ടെ. നെറ്റ്വർക്ക് ഇല്ല ഞങ്ങളെ കയ്യിൽ, ഇൻ്റർനെറ്റ് ഇല്ല. അപ്പം എത്തുന്നിടത്ത് എത്തും. സോ ഗൈസ്, ഇതാണ് റഷ്യൻ റൂബിൾസ്. എന്നെ ഒരുപാട് വട്ടം കാണിച്ചതാണ്. ഇത് 100, ഇത് 50, ഏകദേശം 1 രൂപ ഈക്വൽ ടു 1 രൂപയായിരുന്നു. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പം ഇന്ത്യൻ കറൻസിക്കായിരുന്നു വില കൂടുതൽ, പവർ കൂടുതലുണ്ടായിരുന്നു, വാല്യൂ. ഇപ്പം റഷ്യൻ കറൻസിക്കായിട്ട് മാറി. റഷ്യൻ റൂബിൾസ് എന്നാണ് ഇതിനെ പറയാം. ഇതാട്ടോ, ചിലവരെ വിചാരം റഷ്യയിൽ ഡോളേഴ്സാണ്. അതായത് 1 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 100ഉം 80ഒക്കെ കിട്ടും എന്നുള്ളത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ പൈസക്ക് വലിയ വാല്യൂ ഇല്ല. വാ, ഓൺലി വൈബ് സ്ഥലം കേട്ടോ. അളിയനെ വേണേ ഒറ്റയ്ക്ക് എടുക്കാം. സൂപ്പർ ഗൈസ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളെ മെട്രോ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ഈ ഏരിയത്തെ ഏറ്റവും ലാസ്റ്റ് പോയിന്റാണ് ഈ മെട്രോ. കാരണം അതുകൊണ്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ. ബാക്കിയുള്ളവർ ഇവിടുന്ന് ഇനി ബസ് കയറി പോകണം. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിലോട്ട് കയറുന്നു. ആണ് നമ്മളെ മെട്രോ ടിക്കറ്റ്. പണ്ട് 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 80 രൂപയായി. ഇതാണ് നമ്മളെ മെട്രോ സ്റ്റേഷൻ കേട്ടോ. ഇത് ലാസ്റ്റ് എൻഡ് പോയിന്റ്. ഇതാ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലത്തിൻ്റെ പേര് റഷ്യയിലാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. ഇതാണ് നമ്മളെ ട്രെയിൻ വരുന്നത്. കൈ അളിയൻ ഭയങ്കര കെയറിങ് ആണല്ലോ. ഓക്കെ, നമുക്ക് കയറി. ഫസ്റ്റ് ഇതേ കൊണ്ട് സീറ്റ് കിട്ടും, അപ്പോൾ കയറിയിരിക്കാം. ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ഒന്നും ഇല്ല ഇവിടെ. ഇത് കേരളമൊന്നുമല്ല. ഫൈനലി നമ്മൾ മെട്രോ ഒക്കെ ഇറങ്ങി നമ്മളെ സ്വന്തം റെഡ് സ്ക്വയറിൽ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഭംഗി കേട്ടോ റെഡ് സ്ക്വയറിന്. എനിക്ക് ഓർമ്മയില്ല, ഞാനൊരു 10 വട്ടം എങ്ങാനും ഇവിടെ വന്ന് കാണും. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ വന്നത്. ഇതാണ് പുട്ടിൻ്റെ ഹൗസ് കേട്ടോ. പുട്ടിൻ്റെ വീട് അതാ ആ കണ്ണ്. ആ, അതിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ ഭാഗം വരിക. വിളിക്കണോ? ആ ഇല്ല, ഞാനായിട്ട് ഭയങ്കര ക്ലോസ് അല്ലേ. പക്ഷേ
ആ ക്ലോസ് ആണെന്നുള്ള വേറെ ആരോട് പറയരുത് എന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ അളിയനായ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. എന്താണോ ക്രാംലിങ്ങോ അങ്ങനെ എന്തോന്ന് പറയും ആ സ്ഥലത്തിന്. അവിടെയാണ് താമസം. അതായത് നമ്മളെ രാജ്യത്ത് പിന്നെ പ്രധാനമന്ത്രി താമസിക്കുന്ന ഒരു സ്ഥലം, അതുപോലെ ഇവിടുത്തെ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലം. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. ഇന്നും ഇത് ക്ലോസ് ആണ്. എന്നും ഇത് ക്ലോസ് ആയിരിക്കും കഴിച്ച് എന്തെങ്കിലും ഒരു പ്രോഗ്രാം. പിന്നെ ഏതെങ്കിലും ഒരു മന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ആർക്കും ഇത് കയറാൻ പറ്റില്ല. അങ്ങോട്ട് പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ ആദ്യം ഇത് നോക്കി തിരിഞ്ഞു നോക്ക്. ഇത് കണ്ടില്ല? ആ ഇതല്ലേ മെയിൻ. വാ കമ്മോണല്ലയാ ഫോട്ടോ എടുക്കാലോ. എങ്ങനെയുണ്ട് വ്യൂ? നൈസ് അല്ലേ? ഒരു രക്ഷയില്ലല്ലോ കാണാൻ. മോസ്കിൻ്റെ ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല സ്കൈ ആണെന്ന് ബാക്കിൽ. അപ്പോൾ നല്ല രസമുണ്ടാവും കാണാൻ. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എവിടെ കയറി നിൽക്കുന്നതാണ് എനിക്കറിയാത്തത്. എല്ലാവരും ഫോട്ടോ എടുക്കുക ഗൈസ്. നൈസ്. നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു ഫോട്ടോ എടുക്കാം. ജനങ്ങളെ മൊത്തം ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ്. എങ്ങനെയല്ലേ? ഓക്കെ. ഫുള്ള് ആൾക്കാർ. കുറേ പേര് വന്നിട്ട് നമ്മളോട് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും പറ്റില്ല, 100 രൂപ ആണെന്ന് പറയും. മൊത്തത്തിൽ നൈസ്. ഇതാ ഇവിടുത്തെ ടൈം 7:35 കഴിഞ്ഞ്. സോ ഗൈസ്, അളിയൻ്റെ വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ പരിപാടി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. സോറി, അളിയൻ്റെ ഫോട്ടോ എടുക്കലായിരുന്നു എൻ്റെ പരിപാടി. അളിയൻ്റെ വിചാരം ഞാൻ അളിയൻ്റെ ഫോട്ടോ എടുക്കുകയാണെന്നാ. അളിയാ കുറച്ചുകൂടി ഇങ്ങോട്ട്. അത് കൊള്ളാം. ഓക്കെ, വൈഡ് ആംഗിളിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ? എന്നാ ചിരിച്ചോ, നല്ലോണം ചിരിക്കി. ഓക്കേ ഓക്കേ ഓക്കേ. മസിൽ കുറച്ച് ലൂസാക്കിയോ? ഓക്കേ. രണ്ട് ക്യാമറയിലും ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അളിയാ ഏത് ക്യാമറ അടിപൊളി? രണ്ടിന്റെ ഭംഗിയുണ്ട് അല്ലേ? അതായത് കുറച്ചും കൂടി ഡീറ്റെയിൽ, അതായത് വൈഡ് ആംഗിൾ ഡീറ്റെയിൽ മൊത്തം ഐഫോൺ ആണ്. കവർ ചെയ്യണത് ഇതാണ്, മറ്റേ ഗോപ്രോ ആണ്. DJ ആണല്ലേ? പക്ഷേ എന്താ പറയാ, നല്ല ക്വാളിറ്റി വീഡിയോ കിട്ടുന്നത്. സോ ഗൈസ്, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബ്ലോക്കാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. DJ കാണൂല, DJ ആ ബ്ലോക്ക് ഉണ്ടാവില്ല. കാരണം DJ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. കൊള്ളാം, നൈസ് ഗൈസ്. ബ്ലോക്ക് ഏതാണ്? നമ്മളെ ഇവിടുത്തെ ബ്ലോക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യത്തെ ബ്ലോക്ക്. നിരയായിട്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അതിലൊരു നമ്മളെ മുത്തുമണി ഒരു വാഗൺ നിർത്തിയിട്ടുണ്ട്. അളിയൻ അടുത്ത വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത് ഗൈഡാണ്. അപ്പോൾ ഗൈഡ് കൊടി വെച്ച് നടക്കുന്നാലേ എല്ലാവരും എല്ലാം മനസ്സിലാവുള്ളൂ. ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് ആൾക്കാർ നടന്ന് വരുന്നു. നല്ല രസമുണ്ട്. ഇതുണ്ട് ഇവിടെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന പെണ്ണുങ്ങളാട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുക. നൈസ് ഗൈസ്. അമ്മോ, നല്ലൊരു ചർച്ചാന്ന് തോന്നുന്നത് അല്ലേ? സോവിയറ്റ് യൂണിയൻ്റെ എന്തോ ബിൽഡിംഗ് എന്താണ്. നൈസല്ലേ? ഇതിൻ്റെ അടുത്ത് കുറേ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയേ. പക്ഷേ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ അറിയില്ല. ഇല്ലെങ്കിൽ അതേ വഴി തിരിച്ചു വരണം. നൈസ്. ഓ, കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ വന്നപ്പോൾ മഞ്ഞ് വീകായിരുന്നു ഗൈസ്. ഈ വട്ടം മഞ്ഞൊന്നുമില്ല. നല്ല രസമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഈ സ്ഥലം ഞാൻ ഒന്നുകൂടി നല്ല വൃത്തിയിൽ കാണിക്കും. കാരണം ഞാൻ ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വീണ്ടും എത്തും. അന്ന് ശിങ്കൊല്ലം ഉണ്ടാവും. അപ്പം വൃത്തിയിൽ നിങ്ങൾക്കിത് ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങളത് ഇങ്ങനെ കാണി. റഷ്യയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ന്യൂസ് അല്ലേ ഇന്ന്. ശരിക്കും ഞങ്ങളെ ട്രിപ്പിൽ
റഷ്യൻ ട്രിപ്പിൽ നമ്മൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഫ്ലൈറ്റ് ക്യാൻസൽ ആയത് ഒരു വിധത്തിൽ നന്നായി എന്ന് പറയാം. കാരണം എമിഗ്രേഷനിൽ 2.5 മണിക്കൂർ നിന്നിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പത്തിനും ഇവിടുന്ന് പോകാനുള്ള ഫ്ലൈറ്റ് പോയിട്ടുണ്ട് ഷിങ്കുവിൻ്റെ അങ്ങോട്ടേക്കുള്ളത്. ഇപ്പോൾ നാളെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു ദിവസം ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ നേരെ അർക്കാങ്കൽ ഷിങ്കുവിൻ്റെ അടുത്ത്. നാളെ മുതൽ ഷിങ്കു ഉണ്ടാവും വീഡിയോ. നൈസ് അല്ലേ ഗൈസ്? ഒരു രക്ഷയില്ല. നമ്മൾ കണ്ട ചർച്ചിൻ്റെ ബാക്ക് സൈഡ് കേട്ടത്. രാത്രി 8 മണിയാവാനായി, ഇതുവരെ വെളിച്ചം പോയിട്ടില്ല. ഇനി നമ്മളിവിടുന്ന് തിരിച്ച് പോകുമ്പം എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ മേടിച്ചിട്ട് വേണം ഞങ്ങൾ പോകാൻ. ഇവിടെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. സോ ഗൈസ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ സിറ്റി ടൂർ ബസ് ആട്ടോ. അത് അതിൽ കയറി കഴിഞ്ഞാൽ 1500, 2000, 3000 ആ റേറ്റിന് നമുക്കിങ്ങനെ സിറ്റി മൊത്തം കറങ്ങാൻ വേണ്ടി പറ്റും. ഇതാ നല്ല ഭംഗിയില്ലേ? നൈസിൽ ഒരു സിറ്റി ടൂർ ബസ് അതിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അതാ വേറെ സിറ്റി ടൂർ ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി നമ്മളെ ഫോണിലെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ടൗണിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നൈസല്ലേ? ഒരു കിടിലൻ ബിൽഡിങ് അങ്ങ് ദൂരെ ഉണ്ട്. നോക്കി, ഈ ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ബസ് പോകുമ്പോൾ നല്ല രസമാണ്. ബൊക്കെയാക്കി പോവല്ലേ? നമ്മളെ നാട്ടിലാണിപ്പോൾ ഇതൊക്കെ പറിച്ച് 4 പീസാക്കിയിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പം പോണ വഴിക്ക് നമുക്ക് ഫുഡൊക്കെ മേടിക്കണം. മെട്രോ കയറി അങ്ങോട്ട് പോയി. ടൂറിസ്റ്റുകളെ എണ്ണ നോക്കി സൺസെറ്റ് ആവാനായി. 8 മണിയായിട്ടേ ഉള്ളൂ, 9 മണിയാവും. അപ്പം നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. ഫുഡൊക്കെ മേടിച്ച് ഇനി ഫുഡൊക്കെ കാണിച്ചു കേട്ടോ. എല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഭക്ഷണം മേടിക്കണം. അപ്പോൾ നമുക്ക് ബർഗർ മേടിക്കണം. അല്ലേ? നമ്മളിതില്ല, അതെനിക്ക് ഉറപ്പാ. കാരണം ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നോണ്ടേ നല്ല ഓർമ്മ ഉണ്ട്. നമ്മൾ ബർഗർ കിങ് കണ്ടുപിടിക്കട്ടെ കേട്ടോ. രാത്രി 9 മണിയായി. ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടുത്തെ ഷോപ്പുകളെ കോലങ്ങൾ നോക്കി. ഇതാണ് ഫ്ലവറിൻ്റെ. ഭയങ്കര വിലയത്. ഫ്ലവറിന് 2000, 6000, 8000 ഒക്കെയാണ് റേറ്റ്. നമ്മളെ ഉദ്ദേശം അതാ, അവിടെ പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വരാമെന്നുള്ളതാണ്. മക്ഡൊണാൾഡ്സ് ആണ് അത്. പക്ഷെ ഇവിടുത്തെ പേരിലാട്ടോ ഉള്ളത്. ഇവിടുത്തെ ബർഗർ കിങ്ങിൽ കയറിയിട്ട് 5 ബർഗർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് പട്ടിണിയാവുന്ന തോന്നണത്. കാരണം വിശപ്പ് തീരും തോന്നില്ല. അപ്പം എന്തെങ്കിലും പോണേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് പോവാം. അതായിരിക്കും നല്ല ഒരു സേഫ്റ്റിക്ക്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് കേട്ടോ. ഹൗസ് ഇറ്റ് ഈസ് ഗൈസ് ഗുഡ്, റൈറ്റ്? ഗുഡ്. 60 റുപ്യ, 63 റുപ്യാണ് ഇവിടെ പെട്രോളും ഡീസലിനൊക്കെ റേറ്റ് കേട്ടോ. അതാ വേണേ കാണിച്ചു തരാം. ഇതാ 64 ഇങ്ങോട്ട് വരട്ടെ. 56, 62 അങ്ങനെ ആ ലെവലിൽ പോകും. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യിക്കുകയാണ്. തീരെ വയ്യ. അപ്പം നാളെ നമ്മൾ എന്താക്കും, ഷിങ്കുവിൻ്റെ അടുത്തോട്ട് പോവാണ്. അതിൻ്റെ വ്ളോഗ് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നാളെ മുതൽ നമ്മൾ കിട്ടില്ല വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അതുവരെ ബൈ ബൈ.